പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഉറുദു ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതിനു മുന്നേ ആയിട്ട് ഓപ്പൺ കോഴ്സിനെ കുറിച്ചുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറയാം. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഡിഗ്രി ഫൈനൽ ഇയറിൽ 5ാം സെമസ്റ്ററിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്തുനിന്നുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സുകളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ കോളേജിൽ 6 ഡിപ്പാർട്ട്മെന്റുകളാണ് ഓപ്പൺ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. നമ്മുടെ മേജർ ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള ഇംഗ്ലീഷ്, ഉറുദു, കൊമേഴ്സ്, BTHM, മാത്സ്, ഈ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പുറമെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് കൂടി ഓപ്പൺ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റും അതിനെ കുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിശദീകരണം തരുന്നതാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഉറുദു ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്താം. URD 5D02 എന്നതാണ് അതിന്റെ കോഴ്സ് കോഡ്. അതിന്റെ പേര്, ഞങ്ങളുടെ ഓഫർ ചെയ്യുന്ന കോഴ്സിന്റെ പേര് ഉറുദു ഗസൽ എന്നുള്ളതാണ്. അതിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഉറുദു പദ്യ സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഇനമാണ് ഗസൽ എന്നുള്ളത്. ഗസൽ എന്ന് പറയുമ്പോഴേക്ക് തന്നെ ഇന്ന് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഉറുദുവിന് പുറമെയുള്ള ധാരാളം ഭാഷകളിലും ഇന്ന് ഗസലുകൾ എഴുതപ്പെടുന്നുണ്ട്. നമ്മളുടെ മലയാളക്കരയിലും ഇന്ന് ഏറെ ഗസലുകൾ എഴുതുന്നവരും മലയാളത്തിലായിട്ടും മറ്റും ഒക്കെ ഗസലുകൾ എഴുതുന്നവരും ആസ്വാദകരും ഇഷ്ടം പോലെയുണ്ട്. ഇന്ന് ലതാ മങ്കേഷ്കർ, അതുപോലെ മുഹമ്മദ് റഫി, മെഹദി ഹസൻ, ജഗ്ജിത് സിംഗ്, ഗുലാം അലി, ഉമ്പായി, ഗുൽസാർ, ഇങ്ങനെയുള്ള ധാരാളം പേരുകൾ മലയാളക്കരയിലും ഏറെ പ്രശസ്തമാണ്. ഇവരുടെയൊക്കെ പേരുകൾ കൂടുതൽ പ്രശസ്തി നേടിയത് ഗസലിലൂടെയാണ്. ഗസൽ സിംഗേഴ്സ് ആയിട്ടും ഗസൽ എഴുത്തുകാരായിട്ടും ധാരാളം പേര് ഇന്ന് ഗസൽ ആസ്വാദകർ ഓർത്തിരിക്കുന്നു. ഗസൽ പ്രധാനമായിട്ടും ഒരു ആസ്വാദനത്തിനുള്ള ഒരു ഇനമാണ്. അത് ഗസൽ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ എന്താണ് ഗസൽ എന്നുള്ളത്, അതുപോലെ ഗസലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ ഒറിജിൻ, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നതാണ്. അതുപോലെ ഗസൽ അത്യാവശ്യം ആസ്വാദനം എന്നുവെച്ചാൽ കവിത ഒരു താല്പര്യമുള്ള ആളുകൾക്ക്, സംഗീതവുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക്, താല്പര്യമുള്ള ആളുകൾക്ക് ഏറ്റവും എളുപ്പം എടുക്കാവുന്നതും മനസ്സിലാക്കാവുന്നതുമായിട്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് ഉറുദു ഗസൽ എന്നുള്ളത്. ഇനി ഇതിന്റെ ഒരു എക്സാം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് എടുക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടിയാണ്. അതുപോലെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഇംഗ്ലീഷിലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷ ഇംഗ്ലീഷ്, മലയാളം, ഉറുദു എന്നുള്ളതിൽ ഏത് ഭാഷയിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇംഗ്ലീഷ്, മലയാളം, ഉറുദു ഏത് ഭാഷയിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. ഇതിന്റെ കോഴ്സ് ഔട്ട്ലൈൻ ഈ രൂപത്തിലാണ്. ഇത് 2 മൊഡ്യൂളുകളായിട്ടാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ള സിലബസ്. അതിലെ ഫസ്റ്റ് മൊഡ്യൂള് ഗസൽ കാ താറഫ് എന്നുള്ളതാണ്, അതായത് ഇൻട്രൊഡക്ഷൻ ടു ഗസൽ, ഉറുദു ഗസൽ എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഉറുദു ഗസൽ എന്താണ് അതിനെ കുറിച്ച് കൊണ്ട് പരിചയപ്പെടുത്തുന്നു. അതിന് ടെക്നിക്കലായിട്ടും ഉള്ള എല്ലാ വശങ്ങളും നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതാണ് ഗസൽ കി മുഖ്തസർ താരിഖ് എന്നുള്ളത്, അതായത് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഉറുദു ഗസൽ എന്നുള്ളത്. ഇങ്ങനെ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഈ ഒരു ഉറുദു ഗസലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ 4 ഗസലുകളാണ് പഠിക്കുവാനുള്ളത്. അതായത് വലി ദഖനി, മീർ തക്കി മീർ, മിർസ അസദുല്ലാ ഖാൻ ഗാലിബ്, അല്ലാമ ഇക്ബാൽ തുടങ്ങിയുള്ള ഈ 4 പോയറ്റുമാരെ കുറിച്ചുകൊണ്ടും അതുപോലെ അവരുടെ ഈ 4 ഗസലുകളുമാണ് പഠിക്കുവാനുള്ളത്. ഇങ്ങനെ 2 മൊഡ്യൂളുകളായിട്ടാണ് നമ്മുടെ സിലബസിനെ ആകെ വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും അതിന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസങ്ങൾ 3rd അവർ ആയിരിക്കും ഇതിന്റെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇതിനു വേണ്ടി ബുക്സ് റെഫർ ചെയ്യുവാനുള്ള പുസ്തകങ്ങളുടെ പേരാണ് ഈ 4 പ്രധാനമായിട്ടും. ചുപ്കെ ചുപ്കെ രാത് ദിൻ എന്നുള്ള പുസ്തകമാണ് ഒന്ന്. അത്
എഡിറ്റ് ചെയ്തിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത് AD മാധവൻ എന്ന് പറയുന്ന ആളാണ്. അത് ഒലീവ് പബ്ലിക്കേഷൻ ആണ്, കോഴിക്കോടുള്ള ഒലീവ് പബ്ലിക്കേഷൻ ആണ് ഈ ബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പുസ്തകം ഹിസ്റ്ററി ഓഫ് ഉറുദു ലിറ്ററേച്ചർ ബൈ രാംബാബു സക്സേന, അദ്ദേഹത്തിൻ്റെതാണ്. മൂന്നാമത്തേത് മിർസ ഗാലിബ് എന്നുള്ള പുസ്തകമാണ്. അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് ആണ്. KPS അഹമ്മദ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. നാലാമത്തേത് ഉറുദു സാഹിത്യ മഞ്ജരി എന്നുള്ള ബുക്കാണ്. അത് തയ്യാറാക്കിയിരിക്കുന്നത് കോഴിക്കോടുള്ള ഇക്ബാൽ അക്കാഡമിയാണ്. ഈ പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് റെഫർ ചെയ്യുവാൻ കാര്യമായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും അതുപോലെ എക്സാം ഇതൊക്കെ ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെയാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് മലയാളം ആണ് എങ്കിലും നിങ്ങൾക്ക് എക്സാം ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉറുദുവിലോ എഴുതാവുന്നതാണ്. ഇതിന്റെ ക്ലാസ് വെക്കുന്നത് ഞാൻ തന്നെയാണ്. എന്റെ നമ്പർ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഏത് സമയവും ഇതിനെ കുറിച്ചുകൊണ്ട് അറിയേണ്ടതുണ്ട് എങ്കിൽ വിളിക്കാവുന്നതാണ്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.